Hi dear learners, I am Shahida. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA ഹിന്ദി ഫസ്റ്റ് സെമ്മിലെ ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് ആദികാൽ സെ രീതികാൽ തക് എന്ന ഈ ലേണർ മെറ്റീരിയലിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞു വീരഗാഥാകാലിലെ രചനകളുടെ സവിശേഷതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് വീരഗാഥാകാലിലെ പ്രമുഖ കവി അവർ ഉनकी രചനായ. ഈ വീരഗാഥാകാലിലെ പ്രമുഖ കവികളും അവരുടെ രചനകളുമാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ വീരഗാഥാകാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യകാലത്തിന് ആചാര്യ രാമചന്ദ്ര ശുക്ല കൊടുത്തിട്ടുള്ള മറ്റൊരു പേരാണെന്ത് വീരഗാഥാകാൽ. വീരരസം തുളുമ്പുന്ന കഹാനികളുടെ ആ ഒരു കാലഘട്ടം. ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വീരഗാഥാത്മക രചനാओं के बारे में समझता है. ഈ യൂണിറ്റിൽ നമ്മൾ വീരഗാഥാത്മക രചനാओं के बारे में समझते. ഈ വീരഗാഥാത്മകമായിട്ടുള്ള രചനകളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു. വീരഗാഥാത്മക രചനാओं के प्रमुख लेखकों का परिचय प्राप्त होता है. വീരഗാഥാത്മക രചനകൾ എഴുതിയിട്ടുള്ള പ്രമുഖരായ എഴുത്തുകാരെ നമ്മൾ പരിചയപ്പെടുന്നു. പൃഥ്വിരാജ് രാസോ കാ പരിചയ പ്രാപ്ത ഹോത. കൂടാതെ പൃഥ്വിരാജ് രാസോ എന്ന ആദ്യകാലത്തിലെ ആദ്യത്തെ മഹാകാവ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. पूर्वापेक्षा वीरगाथाकाल की रचनाओं के प्रमुख विषय है राजाओं के शौर्य प्रदर्शन. വീരഗാഥാകാലത്തിലുള്ള രചനകളുടെ പ്രമുഖമായ വിഷയം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ശൗര്യ പ്രദർശനവും യുദ്ധം കാ സജീവ വർണ്ണൻ, യുദ്ധങ്ങളുടെ സജീവമായ വർണ്ണനയും अपने राज्य के विस्तार और आक्रमणों के सामना करने की प्रवृत्ति. തങ്ങളുടെ രാജ്യത്തെ വലുതാക്കുക, കൂടാതെ ആക്രമണോക്കോ സാമനെ കർണ, മറ്റു രാജ്യക്കാർ നമ്മളെ ആക്രമിക്കുമ്പോൾ അതിനെ നേരിടുക എന്നതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട പ്രവൃത്തികൾ. इस समय की राजाओं में अपभ्रंश और देशी भाषाओं का प्रयोग भी देख सकती है. ഈ കാലഘട്ടത്തിലുള്ള രചനകളിലെ അപഭ്രംശ് ഭാഷയുടെയും ആ നാട്ടിലുള്ള ദേശീയ ഭാഷയുടെയും പ്രയോഗമാണ് നമ്മൾ കണ്ടിരുന്നത്. കൂടുതലായിട്ടും നമ്മൾ ആ ഭാഷകളാണ് ഈ രചനകളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ലെസണിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വീരരസം തുളുമ്പുന്ന രചനകൾ, രാസോ സാഹിത്യം, എന്താണ് രാസോ സാഹിത്യം, യുദ്ധവർണ്ണ, എങ്ങനെയെല്ലാമായിരുന്നു അതിലെ യുദ്ധവർണ്ണനകൾ, ശൗര്യ പ്രദർശൻ, എങ്ങനെയാണ് അതിലെ രാജാക്കന്മാരുടെ ശൗര്യം പ്രദർശിപ്പിച്ചിരുന്നത്, ആശ്രയദാതാവുംക്ക് പ്രശംസ, ആ ആശ്രയദാതാവായ രാജാക്കന്മാരെ എങ്ങനെയാണ് പ്രശംസിച്ചിരുന്നത്. ഇതൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. आचार्य रामचंद्र शुक्ल ने प्रारंभिक काल में वीरगाथाओं की प्रमुखता को ध्यान में रखकर इसे वीरगाथाकाल के नाम से अभिहित किया है. ആചാര്യ രാമചന്ദ്ര ശുക്ല ഈ ആദ്യകാലത്തെ വീരഗാഥ രചനകളുടെ ആ ഒരു പ്രമുഖത മനസ്സിൽ വെച്ചുകൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിന് വീരഗാഥാകാൽ എന്ന് പേര് കൊടുത്തു. शुक्लजी ने उस काल में प्राप्त 12 वीरगाथात्मक ग्रंथों के आधार पर प्रारंभिक काल को वीरगाथाकाल नाम दिया है. ശുക്ലജി ഈ കാലഘട്ടത്തുണ്ടായിരുന്ന 12 രചനകളെ ആധാരമാക്കി ആണ് ഈ കാലഘട്ടത്തിന് വീരഗാഥാകാൽ എന്ന പേര് കൊടുത്തത്. उक्त काल के भीतर 2 प्रकार की रचनाएं मिलती है. ഈ കാലഘട്ടത്ത് രണ്ട് തരത്തിലുള്ള രചനകളാണ് ഉണ്ടായിരുന്നത്. അപഭ്രംശ് और ദേശീയ ഭാഷ.
ഏത് തരത്തിലുള്ള രചനകളായിരുന്നത്? ഒന്ന് അപഭ്രംശ് ഭാഷയിലുള്ള രചനകൾ, ഒന്ന് ദേശീയ ഭാഷകളിലുള്ള രചന. ഈ തരത്തിൽ 2 തരത്തിലുള്ള രചനകളാണ് വീരഗാഥാകാലിൽ നമ്മൾ കണ്ടിരുന്നത്. ആദ്യത്തെ അപഭ്രംശിക്ക് രചനായി നമ്മൾ പറഞ്ഞു 12 രചനകളെ ബേസ് ചെയ്തിട്ടാണ് ശുക്ലജി ഈ കാലഘട്ടത്തിന് വീരഗാഥാകാൽ എന്ന പേര് കൊടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഇനി ഏതൊക്കെയാണ് ഈ 12 രചനകൾ? അതിൽ 4 എണ്ണം അപഭ്രംശും 8 എണ്ണം ഹിന്ദി ദേശീയ ഭാഷയിലുള്ളതാണെന്നും പഠിച്ചു. ഏതാണ് ആ 4 അപഭ്രംശ ഭാഷയിലുള്ള രചനകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ വിജയപാൽ രാസോ, ഹമ്മീർ രാസോ, കീർത്തി പതാക, കീർത്തിലത. ഇത്രയുമാണ് നമ്മൾ ഈ അപഭ്രംശിക്ക് രചനയായ അപഭ്രംശ ഭാഷയിലുള്ള രചനകളെ ഈ രചനകളെയും കൂടാതെ ഏതൊക്കെയാണ് 8 ഹിന്ദി ഭാഷയിലുള്ള ദേശീയ ഭാഷയിലുള്ള രചനകൾ നോക്കാം. ഗുമ്മാൻ രാസോ, ബീസൽദേവ് രാസോ, പൃഥ്വിരാജ് രാസോ, ജയചന്ദ്ര പ്രകാശ്, ജയമയങ്ക് ജസ്ചന്ദ്രിക, പരമാൽ രാസോ, ഗുമരോ കി പഹേലിയ, വിദ്യാപതി കൃതി, പദാവലി. ഇതാണ് 8 ദേശീയ ഭാഷയിലുള്ള രചനകൾ. ഈ 12 രചനകളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ആചാര്യ രാമചന്ദ്ര ശുക്ല ഈ ആദ്യകാലത്തിന് വീരഗാഥാകാൽ എന്ന പേര് കൊടുത്തത്. അടുത്തത് വീരഗാഥാത്മക് പ്രമുഖ രചനായം. ഇനി വീരകഥകൾ തുടങ്ങുന്ന കുറച്ച് രചനകളെയാണ് താഴെ പരിചയപ്പെടുത്തുന്നത്. ചന്ദ് ബർദായി കൃത് പൃഥ്വിരാജ് രാസോ. പൃഥ്വിരാജ് രാസോ ആരെഴുതിയതാണ്? ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് രാസോ. ഇതിന്റെ രസം ഏതാണ്? വീരരസം ആണ്. അടുത്തതാണ് ജഗനിക കൃത് പരമാൽ രാസോ. ജഗനിക എഴുതിയ പരമാൽ രാസോയുടെ മറ്റൊരു പേരാണ് ആൽഹാഗണ്ട്. ഇത് നെക്സ്റ്റ്. നല്ല സിംഗ് കൃത് വിജയപാൽ. നല്ല സിംഗ് എഴുതിയ വിജയപാൽ രാസോ. ദളപതി വിജയ് എഴുതിയ ഗുമ്മാൻ രാസോ. നരപതിനാല എഴുതിയ ബീസൽദേവ് രാസോ. ഷാരംഗധർ എഴുതിയ ഹമ്മീർ രാസോ. മധുകർ എഴുതിയ ജയമയങ്ക് ജസ്ചന്ദ്രിക. ഭട്ട് കേദാർ എഴുതിയ ജയചന്ദ്ര പ്രകാശ്. അബ്ദുൾ റഹ്മാൻ എഴുതിയ സന്ദേശ് രാസക്. വിദ്യാപതിയുടെ പദാവലിയും കൂടാതെ അമീർ ഖുസ്രോയുടെ പഹേലിയ. ഇതൊക്കെ അന്നത്തെ കാലത്ത് വീരരസം തുളുമ്പുന്ന വീരാത്മക രചനകൾ ആയിരുന്നു. അടുത്തത് ഇനി ഗുമ്മാൻ രാസയെ കുറിച്ചാണ് പറയുന്നത്. ഗുമ്മാൻ രാസ എഴുതിയത് ദളപതി വിജയാണ്. ഇസ്മേ ചിത്തൗഡ് കെ രാജ ഗുമ്മാൻ ദ്വിതീയ കാ വർണ്ണൻ ഹെ. ഗുമ്മാൻ രാസോയിൽ പറയുന്നത് ആരുടെ ചരിത്രമാണ്? ചിത്തൗഡിലുണ്ടായ രാജാവായിരുന്ന ഗുമ്മാൻ രണ്ടാമന്റെ കഥയാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. രചന വീരരസ പ്രധാനം. ഇതെങ്ങനെയുള്ള രചനയാണ്? വീരരസം തുളുമ്പുന്ന രചനയാണ്. ഖാദ ഔർ ചൗപായി ചന്ദ് കാ പ്രയോഗം. ഇതിൽ ഖാദ, ചൗപായി തുടങ്ങിയ ചന്ദ് എന്ന് പറഞ്ഞ വൃത്തങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗുമ്മാൻ രാസോ ആജ് ഉപലബ്ധ. ഗുമ്മാൻ രാസോ നമുക്ക് ഇപ്പോഴും ഉപലബ്ധമാണ്. നമുക്ക് ഓൾറെഡി ആ ബുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടുണ്ട്. അടുത്തതാണ് ബീസൽദേവ് രാസോ. നരപതിനാലഹിന്റെ ബീസൽദേവ് രാസോ. इसके രചയിത നരപതി നാല. ഇതിന്റെ രചയിതാവ് ആരാണ്? നരപതി നാലഹാണ്. ബീസൽദേവ് രാസോ की കഥ 4 ഖണ്ഡോं में विभाजित. ബീസൽദേവ് രാസോയുടെ കഥ 4 ഘട്ടങ്ങളിലായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. अजमेर के चौहान राजा बीसलदेव और भोज परमाल की पुत्री राजमती का विवाह, विरह और पुनर्मिलन की कहानी है. ഈ കഥ ഇതിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? അജ്മീറിലെ ചൗഹാൻ ആയിരുന്ന രാജാവ് ബീസൽദേവിന്റെയും പരമാളിലെ ഭോജരാജാവിന്റെ പുത്രിയായ രാജമതിയുടെയും വിവാഹം, വിരഹം, പുനർമിലൻ. അവർ വിവാഹം കഴിക്കുന്നു, പിരിയുന്നു, അവരുടെ വിരഹം, വീണ്ടും അവർ കണ്ടുമുട്ടുന്നു. ഇതാണ് ഇതിന്റെ 4 ഘട്ടങ്ങൾ. ഈ 4 ഘട്ടത്തിന്റെ കഥയാണ് ഇത് ബീസൽദേവ് രാസോയില് നമ്മുടെ നരപതി നാലഹ് പറയുന്നത്. ബീസൽദേവ് രാസോ നൃത്യഗീത പ്രധാനം. ബീസൽദേവ് രാസോയില് നൃത്യത്തിനും ഗീതത്തിനുമാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. നൃത്തത്തിനും ഗീതത്തിനും പ്രാധാന്യം കൽപ്പിച്ചിട്ട് നരപതി നാലഹ് എഴുതിയ കൃതിയാണ്, രചനയാണ് ബീസൽദേവ് രാസോ. അടുത്തതാണ് പൃഥ്വിരാജ് രാസോ. ആരുടെയാണ്? ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് രാസോ. പൃഥ്വിരാജ് രാസോ ഹിന്ദി का प्रथम महाकाव्य है. പൃഥ്വിരാജ് രാസോ ഹിന്ദിയുടെ പ്രഥമ മഹാകാവ്യം ആണ്. ധാര പറഞ്ഞത് ആചാര്യ രാമചന്ദ്ര ശുക്ലിന്റെ അഭിപ്രായത്തിലാണ്. इसके രചയിതാ ഹിന്ദി के प्रथम महाकवि ചന്ദ് ബർദായി. ഇതിന്റെ രചയിതാവ് ഹിന്ദിയിലെ ആദ്യത്തെ മഹാകവിയായ ചന്ദ് ബർദായി ആണ്.
कहा जाता है कि पृथ्वीराज के साथ ही चंद बरदाई का जन्म और मृत्यु हुई है. പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, പൃഥ്വിരാജിന്റെ കൂടെ തന്നെയാണ് ചന്ദ് ബർദായിയുടെ ജന്മവും മരണവും എന്നാണ് പറയപ്പെടുന്നത്. चंद बरदाई दिल्ली के महाराजा पृथ्वीराज के राजकवि ही नहीं, उनके सामंत और सेनापति भी था. ചന്ദ് ബർദായി ദില്ലിയിലെ മഹാരാജാവായ പൃഥ്വിരാജിന്റെ ദർബാരി കവി, രാജകവി മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരനും അദ്ദേഹത്തിന്റെ സേനാപതിയും ആയിരുന്നു. പൃഥ്വിരാജ് രാസോ 2500 പൃഷ്ഠോं का बड़ा ग्रंथ है. പൃഥ്വിരാജ് രാസോ 2500 പേജുകളുള്ള ഒരു വലിയ ഗ്രന്ഥമായിരുന്നു പൃഥ്വിരാജ് രാസോ. प्राचीन काल में प्रचलित सभी छंदों का प्रयोग उसमें किया गया है. പ്രാചീന കാലത്തിലുള്ള എല്ലാ ഛന്ദുകളും നമ്മൾ പൃഥ്വിരാജ് രാസോയിൽ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇതിന് ചന്തോങ്ക അജായബഘർ എന്നൊരു പേരും പൃഥ്വിരാജ് രാസോയ്ക്ക് ഉണ്ട്. അടുത്തതാണ് ആൽഹാഗണ്ട് അഥവാ പരമാൽ രാസോ. ജഗനിക എഴുതിയതാണ് പരമാൽ രാസോ. ഈ പരമാൽ രാസോയുടെ മറ്റൊരു പേരാണ് ആൽഹാഗണ്ട്. പരമാൽ രാസോ കെ രചയിത ഹെ ജഗനിക്. പരമാൽ രാസോയുടെ രചയിതാവാണ് ജഗനിക്. ജഗനിക് മഹേബ കെ ശാസക് പരമാൽ കെ ദർബാർ കവി ഹെ. ജഗനിക് മഹേബയിലെ രാജാവായിരുന്ന പരമാലിന്റെ ദർബാർ കവിയായിരുന്നു ജഗനിക്. इसमें आल्हा और ഊദൽ के वीर ചരിത്രോं का वर्णन किया है. ഇതിൽ ആൽഹ ഊദൽ എന്ന് പറയുന്ന രണ്ട് വീരന്മാരുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ആൽഹ और ഊദൽ രാജ പരമാൽ കെ സാമന്ത്. ആൽഹയും ഊദലും പരമാലിന്റെ കളിക്കൂട്ടുകാരായിരുന്നു. യഹ് വീർ ഗീതാത്മക് കാവ്യ ഹെ. ഇത് ഈ വീരരസം തുളുമ്പുന്ന ഗീതാത്മക് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാടാൻ കഴിയുന്ന ഒരു രചനയാണ് ഏത് ഈ ബീസദേവ് പരമാൽ രാസോ. അടുത്തതാണ് വിജയപാൽ രാസോ. നല്ല സിംഹ് ഭട്ടിന്റെയാണ് വിജയപാൽ രാസോ. വിജയപാൽ രാസോ നല്ല സിംഹ് की रचना है. इस ग्रंथ में करावली के राजा വിജയപാൽ കെ യുദ്ധോം കാ വർണ്ണന. ഇതിൽ പറയുന്നത് കരാവലി ദേശത്തിന്റെ രാജാവായ വിജയപാലന്റെ യുദ്ധ വർണ്ണനകളാണ് ഇതിൽ പറയുന്നത്. ഇസ്കി ഭാഷ ഓജസ്വിനി ഹെ. ഇതിന്റെ ഭാഷ ഓജസ്വിനി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ഹമ്മീർ രാസോ. ഹമ്മീർ രാസോ ഷാരംഗദറിന്റെയാണ് ഹമ്മീർ രാസോ. हम्मीर रासो शारंगदर की रचना है. इसमें अलाउद्दीन के साथ हम्मीर के भयंकर युद्ध का वर्णन. ഇതിൽ അലാവുദ്ദീനെ കൂടാതെ ഹമ്മീറിന്റെയും ഭയങ്കരമായ അലാവുദ്ദീന്റെയും ഹമ്മീറിന്റെയും ഇടയിലുള്ള ഭയങ്കരമായ യുദ്ധത്തിന്റെ കഥയാണ് ഹമ്മീർ രാസോയിൽ പറയുന്നത്. ജയചന്ദ്ര പ്രകാശ് ഭട്ട് കേദാർ. ഭട്ട് കേദാറിന്റെ ജയചന്ദ്ര പ്രകാശ്. जिस प्रकार चंद बरदाई ने महाराजा पृथ्वीराज के कीर्तिमान बनाया था, उसी प्रकार भट्ट केदार ने कनौज के सम्राट ജയചന്ദ്ര का गुण गाया है. ഏത് പ്രകാരത്തിലാണോ ചന്ദ് ബർദായി പൃഥ്വിരാജ് രാസോയെ വർണ്ണിച്ചിരിക്കുന്നത് അതേ പ്രകാരമാണ് ഭട്ട് കേദാർ കനൗജിലെ രാജാവ് ചക്രവർത്തിയായിരുന്ന ജയചന്ദ്രന്റെ ഗുണഗണങ്ങൾ ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഭട്ട് കേദാറിനെ ജയചന്ദ്ര പ്രകാശ് കെ നാം ഏക് മഹാകാവ്യ ലിഖ. ഭട്ട് കേദാർ ജയചന്ദ്ര പ്രകാശ് എന്ന പേരിലുള്ള ഒരു മഹാകാവ്യമാണ് രചിച്ചത്. जिसमें जयचंद्र के प्रताप और पराक्रम का विस्तृत वर्णन था. ഇതിൽ ജയചന്ദ്രന്റെ പ്രതാപവും പരാക്രമവും തുടങ്ങിയ വിസ്തൃതമായ വർണ്ണന ഇതിൽ ഉണ്ട്. യഹ് ആജ് ഉപലബ്ധ നഹി ഹെ. പക്ഷേ ഇത് ഇന്ന് നമുക്ക് ഉപലബ്ധമല്ല. നമുക്ക് ഈ ഗ്രന്ഥം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അടുത്താണ് ജയമയങ്ക് ജസ്ചന്ദ്രിക. അതായത് മധുകർ. ജയമയങ്ക് ജസ്ചന്ദ്രിക എന്ന് പറയുന്ന രചകൻ മധുകർ കവിയുടെയാണിത്. कवि मधुकर ने जयमयंग जसचंद्रिका नामक ग्रंथ लिखा था. यह भी आज उपलब्ध. ഇതും ഇന്ന് ലഭ്യമല്ല. അടുത്താണ് ഗുസ്രോ की പഹേലിയ. അമീർ ഖുസ്രോയുടെ പഹേലിയ. അമീർ ഖുസ്രോ. അമീർ ഖുസ്രോ ബഡെ വിനോദി ഔർ സഹൃദയ വ്യക്തി. അമീർ ഖുസ്രോ നല്ലൊരു തമാശക്കാരനും കൂടാതെ ഒരു സഹൃദനും ആയിരുന്നു. जनजीवन के साथ घुल मिलाकर काव्य रचना करने वाले कवियों में ഖുസ്രോ का महत्वपूर्ण स्थान है. ആദ്യകാലത്തിലെ കവികളെല്ലാം ജനഹൃദയത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. പക്ഷേ നമ്മുടെ അമീർ ഖുസ്രോ എങ്ങനെയാണ് ജനജീവൻ കെ സാധാരണ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ഇടപഴകിക്കൊണ്ട് കാവ്യരചന നടത്തുന്ന കവികളിൽ പ്രമുഖനാണ് നമ്മുടെ ആര് അമീർ ഖുസ്രോ. ഇൻഹോനെ ജനതാ കെ മനോരഞ്ജൻ കെ ലിയെ പഹേലിയ ലിഖി थी. അദ്ദേഹം ജനങ്ങളുടെ
വിനോദത്തിനും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എഴുതിയതാണ് എന്ത് പഹേലിയാം എഴുതിയത്. आदिकाल में घड़ी बोली को काव्य की भाषा बनाने वाला पहले कवि अमीर खुसरो माना जाते. ആദ്യകാലത്തിലെ ഘടി ബോലിയിലുള്ള കാവ്യങ്ങളുടെ ഭാഷ ഘടി ബോലിയിലുള്ള കാവ്യങ്ങൾ എഴുതുന്നതിലുള്ള ആദ്യത്തെ കവിയാണ് അമീർ ഖുസ്രോ. ഘടി ബോലിയിൽ ആദ്യമായിട്ട് രചനകൾ എഴുതിയ കവിയാണ് അമീർ ഖുസ്രോ. അടുത്തത് വിദ്യാപതിയുടെ പദാവലി. വിദ്യാപതി എഴുതിയതാണ്. വിദ്യാപതിയുടെ മറ്റൊരു പേരാണ് മൈഥിലി ഖോഗി. മൈഥിലി ഭാഷയിൽ രചനകൾ എഴുതിയതുകൊണ്ട്. വിദ്യാപതി സംസ്കൃതಕ್ಕೆ മഹാൻ പണ്ഡിതൻ. വിദ്യാപതി സംസ്കൃതത്തിലെ മഹാനായ ഒരു പണ്ഡിതൻ ആയിരുന്നു. കീർത്തിലത, കീർത്തി പതാക और പദാവലി ആദ്യ ശ്രേഷ്ഠ രചനയെ. കീർത്തിലതയും കീർത്തി പതാകയും പദാവലിയും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ രചനകളാണ്. कीर्तिलता और कीर्ति पताका की रचना अपभ्रंश भाषा में, पदावली की रचना मैथिली भाषा में. കീർത്തിലതയും കീർത്തി പതാകയും അപഭ്രംശിലും മൈഥിലി ഭാഷയിൽ എഴുതിയതാണ് ഇത് പദാവലിയും. मधुर गीतों के रचयिता होने के कारण अभिनय जयदेव नाम से भी पुकार जाता है. ഇദ്ദേഹം നല്ല മധുരമായ ഗീതങ്ങൾ രചിക്കുന്നതിലൂടെ ഇദ്ദേഹത്തിന് ലഭിച്ച പേരാണ് അഭിനവ് ജയദേവ് എന്ന പേര്. मैथिली भाषा में लिखने के कारण विद्यापति को मैथिली कोकिल कहा जाता है. മൈഥിലി ഭാഷയിൽ രചനകൾ എഴുതുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് മൈഥിലി കോകിൽ എന്ന മറ്റൊരു പേരും ലഭിച്ചു. ഹിന്ദിക്ക് ആദ്യ ഗീതികാർ की ഉപാധി വിദ്യാപതി को ही सकते हैं. ഹിന്ദിയിലെ ആദ്യത്തെ ഗാനരചയിതാവ് എന്ന പേര് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? വിദ്യാപതിക്കാണ്. आदिकालीन वीरगाथात्मक रचनाओं एवं हिंदी साहित्य की समृद्धि के परिचायक है तथा ये काव्यधाराएं परवर्ती काव्य की पृष्ठभूमि तैयार करते. आदिकालीन वीरगाथात्मक रचनाएं हिंदी साहित्य की समृद्धि के परिचायक. ആദ്യകാലത്തിലുള്ള വീരഗാഥാത്മക രചനകളെല്ലാം ഹിന്ദി സാഹിത്യത്തിന്റെ സമൃദ്ധിക്ക് കാരണം, ഹിന്ദി സാഹിത്യത്തിന് നല്ലൊരു സംഭാവന നൽകിയ ഒരു കാലഘട്ടമാണ് ആദ്യകാലം. തഥാ കാവ്യധാരായ പരവർത്തി കാവ്യക്ക് പൃഷ്ഠഭൂമി തയ്യാർ. നമ്മുടെ പരിവർത്തനങ്ങൾ, സാഹിത്യത്തിൽ വരുന്ന പരിവർത്തനത്തിനുള്ള ഒരു പൃഷ്ഠഭൂമിയായിരുന്നു ആദ്യകാലത്തിലെ രചനകൾ. ഇതിന്റെ അവലോകനം നോക്കാം. ഹിന്ദി സാഹിത്യ കാ ജന്മ വീരോം और തൽവാരോം के बीच हुआ है. ഹിന്ദി ആദ്യകാലമാണ് ഹിന്ദി സാഹിത്യത്തിന്റെ തുടക്കം എന്ന് പറയും. ഹിന്ദി സാഹിത്യത്തിന്റെ തുടക്കം എങ്ങനെയാണ്? വീരന്മാരുടെയും വാളിന്റെയും ഇടയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. യുദ്ധവർണ്ണനകളിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. इसलिए വീരഗാഥാകാൽ का സാഹിത്യ യുദ്ധ സാഹിത്യമാണ് സ്വാഭാവികം. ഇതുകൊണ്ട് തന്നെ വീരഗാഥാകാലത്തിലെ സാഹിത്യത്തെ എന്ത് പറയുന്നു? യുദ്ധ സാഹിത്യം എന്നും പറയുന്നു. അങ്ങനെ വിളിക്കുന്നത് സ്വാഭാവികമാണ്. വീരഗാഥാത്മക രചനാവോമെ വീര और श्रृंगार रस का चित्रण दिखाई पड़ता है. വീരഗാഥാത്മക രചനകളിൽ വീരരസവും ശൃംഗാര രസവും തുളുമ്പുന്ന രചനകളാണ് കാണുന്നത്. वीरगाथात्मक रचनाओं में मुख्य रूप से किसी राजा के शौर्य की गाथा युद्ध वर्णन दिखाई जाती. വീരഗാഥാത്മക രചനകളിൽ മുഖ്യ രൂപത്തിൽ രാജാവിന്റെ ശൗര്യവും യുദ്ധവർണ്ണനയുമാണ് കാണുന്നത്. ഇത്രയുമാണ് ഈ പാഠത്തിലുള്ള. ഈ ലെസണിൽ പറയുന്നത് എന്താ വെച്ചാൽ വീരഗാഥ കാലത്തിലെ പ്രമുഖമായ കുറേ കവികളും അദ്ദേഹത്തിന്റെ രചനകളും. നമ്മളിത് ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചെത്തണം. കാരണം ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ആദ്യകാലത്തിലെ പ്രധാന രചനകളും അതിന്റെ രചയിതാക്കളെയും കുറിച്ച് എഴുതണം, അല്ലെങ്കിൽ അതിന്റെ വിശേഷതകൾ എഴുതാൻ പറയുമ്പോൾ ഓരോ രചനകളെയും വിശദീകരിച്ച് എഴുതാൻ പറയുമ്പോൾ നമുക്ക് ഈ നമ്മളിതിൽ എല്ലാം പഠിക്കാൻ കഴിഞ്ഞൊരു മാർക്കിനനുസരിച്ചുള്ളതെങ്കിൽ നമുക്ക് 2 മാർക്കിന് 4 രചനകളിൽ എഴുതണം. അങ്ങനെ ഒരു 10 മാർക്കിനാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇതിലെ പ്രധാന അസൈൻമെന്റ് ടോപ്പിക് എന്ന് പറയുന്നത് വീരഗാഥാകാല और പ്രമുഖ രചനയ. സെയിം തന്നെ, വീരഗാഥാകാലത്തിലെ പ്രമുഖ രചനകളെ കുറിച്ച് എഴുതാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വീരഗാഥാകാൽ के प्रमुख रचनाओं के नाम लिखिए. വീരഗാഥാകാലത്തിലെ പ്രമുഖ രചനകളുടെ പേര് എഴുതാനാണ് ക്വസ്റ്റ്യൻ. വീരരചനാവും की വിശേഷതയും. നമ്മൾ കഴിഞ്ഞ പാഠത്തിലും ഈ പാഠത്തിലും കൂടി മിക്സ്ഡ് ആയിട്ടാണ് ഇതിന്റെ വിശേഷതകൾ എടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി നോക്കിയിട്ട് നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നല്ല എളുപ്പത്തിൽ സിമ്പിളായിട്ട് വായിക്കാവുന്ന ഒരു ലെസണാണിത്. ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തിയ രചനകളുടെ പേരുകളൊന്ന് 2-3 പ്രാവശ്യം എഴുതി പഠിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാഠം നന്നായി വായിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.